ഇനി എന്റെ പഞ്ചായത്ത് പോകുന്നത് വയനാട് ജില്ലയിലെ കോട്ടത്തറ പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളിലേക്കാണ്. പ്രസിഡന്റ് പി രനീഷ് ഉണ്ട്. നമസ്കാരം ശ്രീ രനീഷ്. നമസ്കാരം. കോട്ടത്തറ പഞ്ചായത്ത് ഒരു കാർഷിക മേഖലയാണ്. കബനിപ്പുഴയുടെ കൈവരികൾ കടന്നുപോകുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണ്. ജനങ്ങൾക്ക് വേണ്ടി സർക്കാർ നടപ്പാക്കുന്ന പദ്ധതികൾ സമയബന്ധിതമായി നടപ്പാക്കുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണ് കോട്ടത്തറ പഞ്ചായത്ത്. കാർഷിക മേഖലയിലെ വികസന പ്രവർത്തനങ്ങളെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? തീർച്ചയായിട്ടും നിങ്ങൾ സൂചിപ്പിച്ചത് ശരിയാണ്. കോട്ടത്തറ ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്നത് കർഷകർ ഉൾപ്പെടെ അല്ലെങ്കിൽ കർഷക തൊഴിലാളികൾ ഉൾപ്പെടെ തികച്ചും സാധാരണക്കാരായ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശമാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കബനിയുടെ കൈവഴികളായ രണ്ട് പുഴകൾ, ചെറിയ പുഴയും വലിയ പുഴയും കടന്നു പോകുന്ന ഒരു ഗ്രാമപഞ്ചായത്താണ്. ഭൂസ്ഥിതി വളരെ കുറവാണ്. പക്ഷേ ഭൂമിശാസ്ത്രപരമായി വളരെ താഴ്ന്ന പ്രദേശം എന്നുള്ള നിലയ്ക്ക് കർഷകർക്ക് കൃഷിയോഗ്യമായ ഒട്ടനവധി പ്രവൃത്തികൾ ഏറ്റെടുത്ത് നടത്താൻ സാധിക്കുകയും പ്രളയം ഉൾപ്പെടെ മറ്റ് പ്രശ്നങ്ങൾ വരുമ്പോൾ അതിരൂക്ഷമായ ബുദ്ധിമുട്ടുകൾ നേരിടുകയും ചെയ്യുന്ന ഒരു പഞ്ചായത്താണ്. ഭൂവിസ്തൃതിയും അതേപോലെ തന്നെ ആളുകളുടെ ശരാശരി വരുമാനമൊക്കെ പരിശോധിക്കുമ്പോൾ സംസ്ഥാനത്ത് വരുമാനം കുറഞ്ഞ പഞ്ചായത്തുകളിൽ ഒരു പഞ്ചായത്താണ്. എന്നാൽ കർഷകർക്ക് ഉതകുന്ന അല്ലെങ്കിൽ കർഷകരുടെ വരുമാനദായകമായ ഒട്ടേറെ പദ്ധതികൾ ഏറ്റെടുത്ത് നടപ്പിലാക്കി പൂർത്തീകരിക്കാനാണ് ഭരണസമിതി കഴിഞ്ഞ കാലങ്ങളിൽ ശ്രമിച്ചത്. തരിശു ഭൂമി കൃഷിയോഗ്യമാക്കുക, അതേപോലെ കർഷകർക്ക് വിവിധങ്ങളായ ആനുകൂല്യങ്ങൾ. നെൽകൃഷി ഏറ്റവും കൂടുതൽ ജില്ലയിൽ ചെയ്യുന്ന പഞ്ചായത്തുകളിൽ ഒന്നാണ് കോട്ടത്തറ ഗ്രാമപഞ്ചായത്ത്. അതേപോലെ തന്നെ മറ്റ് കൃഷികൾ, അവരുടെ വരുമാനദായകമായ മറ്റ് കൃഷികൾ, അതായത് വാഴ, അതേപോലെ പച്ചക്കറി കൃഷികൾ, മറ്റ് പുരയിട കൃഷികൾ ഒക്കെ തന്നെ ചെയ്യുന്ന ഒരു പഞ്ചായത്ത് എന്നുള്ള നിലയ്ക്ക് കർഷകരുടെ വിപണന കേന്ദ്രങ്ങൾ ഉൾപ്പെടെ ഒട്ടേറെ സൗകര്യങ്ങൾ കർഷകർക്ക് ഒരുക്കിക്കൊണ്ടാണ് ഗ്രാമപഞ്ചായത്ത് മുന്നോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും കാർഷിക മേഖലയിൽ നിരവധി വികസന പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് നടപ്പിലാക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഹോൺ ഫണ്ട് കുറഞ്ഞ കേരളത്തിലെ രണ്ടാമത്തെ പഞ്ചായത്താണ്. പഞ്ചായത്തിന്റെ ഏറ്റവും എടുത്തു പറയേണ്ടത് ഇന്ത്യയിൽ ആദ്യമായി മൃഗങ്ങൾക്ക് വേണ്ടി ഷെൽട്ടർ ഹോം നിർമ്മിക്കുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണ്. എങ്ങനെയാണ് ഇത്തരത്തിലുള്ള പദ്ധതികളൊക്കെ പഞ്ചായത്ത് ആവിഷ്കരിക്കുന്നത്? ശരിയാണ്. 2018-19 പ്രളയം, നമ്മൾ കേരളം നടുങ്ങിയ പ്രളയകാലത്താണ് നമ്മൾ എല്ലാവരും കണ്ടത്. ആ പ്രളയകാലത്ത് ഏറ്റവും കൂടുതൽ നാശനഷ്ടം സംഭവിച്ച പഞ്ചായത്തുകളിൽ ഒന്നാണ് കോട്ടത്തറ ഗ്രാമപഞ്ചായത്ത്. അപ്പോൾ ഒട്ടേറെ പ്രയാസങ്ങൾ ഈ പ്രദേശത്തുള്ള ജനങ്ങൾ നേരിടുകയുണ്ടായി. വളർത്തുമൃഗങ്ങളുടെ, അവരുടെ ഓമന വളർത്തുമൃഗങ്ങൾ, അതോടൊപ്പം തന്നെ വരുമാനദായകമായ പശു ഉൾപ്പെടെ ആട് ഉൾപ്പെടെയുള്ള അവരുടെ വളർത്തുമൃഗങ്ങളൊക്കെ നഷ്ടപ്പെട്ട ഒട്ടേറെ കർഷകർ, അല്ലെങ്കിൽ അവരുടെ ജീവിത മാർഗമായിരുന്ന പലതും നഷ്ടപ്പെട്ട ആളുകൾ ഉണ്ടായിരുന്നു. അപ്പൊ അത്തരത്തിൽ ഒരു വലിയ പ്രതിസന്ധിയെ ഞങ്ങൾ നേരിട്ടു എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ സംസ്ഥാനവും അതേപോലെ തന്നെ എല്ലാവരും കൂടെ നിന്നതുകൊണ്ട് പല കാര്യങ്ങൾക്കും നമുക്ക് അതിജീവിക്കാൻ സാധിച്ചു. പക്ഷെ ആ ഒരു സമയത്ത് ഒരുപക്ഷെ വളർത്തുമൃഗങ്ങൾ, ആളുകളെ ജീവൻ രക്ഷിക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ മുന്നിലെ ഏറ്റവും വലിയ പ്രാധാന്യം. അപ്പോൾ ആളുകളെ രക്ഷിക്കാൻ വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങളും അതോടനുബന്ധിച്ച പ്രവർത്തനങ്ങളും നമ്മൾ ഏകോപിപ്പിക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ പഞ്ചായത്തിൽ ഇത്തരത്തിൽ ഒരു പ്രളയം വരുമ്പോൾ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ രണ്ട് പുഴകൾ കടന്നു പോകുന്നതുകൊണ്ട് തന്നെ ചെറിയ ഒരു മഴക്കാലമാകുമ്പോൾ ആളുകളെ പുഴയരികിൽ നിന്നും മാറ്റി പാർപ്പിക്കേണ്ട സാഹചര്യം പലപ്പോഴും ഉണ്ട്. പുഴ തീരത്ത് താമസിക്കുന്ന ആളുകൾ പലപ്പോഴും ഈ പറയുന്ന പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട കുടുംബങ്ങളൊക്കെയാണ്. അവരെയൊക്കെ മാറ്റി പാർപ്പിക്കാൻ നമ്മൾ പലപ്പോഴും ഈ ഉപയോഗപ്പെടുത്തുന്നത് അല്ലെങ്കിൽ ഉപയോഗിക്കുന്നത് പള്ളിയുടെ പാരിഷ് ഹാള്, അതേപോലെ തന്നെ മദ്രസ ഹാള്, വിവിധ വിദ്യാലയങ്ങൾ ഉൾപ്പെടെയുള്ള ഷെൽട്ടർ ഹോമുകളാണ്. അപ്പൊ 15-20 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ഒരു പുനരധിവാസ ക്യാമ്പ് വിദ്യാർത്ഥികളുടെ പഠനം മുടക്കുന്നു. അതോടൊപ്പം തന്നെ അവർ മാറിക്കഴിഞ്ഞാൽ അവിടെ ശുചീകരണ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ നടത്തണം. അവരെത്തുമ്പോൾ ഇത്രയും അധികം ആളുകൾക്ക് താമസിക്കാനുള്ള ഒരു സൗകര്യം അവിടെ ഒരുക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് ഷെൽട്ടർ ഹോം എന്നുള്ള ഒരു ആശയം ഗ്രാമപഞ്ചായത്തിന്റെ മുന്നിലേക്ക് വരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഗ്രാമപഞ്ചായത്ത് ബഹുമാന്യനായ ടി സിദ്ദിഖ് MLA മുഖാന്തരം 22-23 വാർഷിക ബജറ്റിൽ കോട്ടത്തറ ഗ്രാമപഞ്ചായത്തിൽ ഒരു 3 കോടി രൂപയുടെ ഷെൽട്ടർ ഹോം എന്നുള്ള പ്രപ്പോസൽ MLA മുഖാന്തരം സമർപ്പിക്കുന്നത്. ബഹുമാന MLA അത് നിയമസഭയിൽ അവതരിപ്പിക്കുക അല്ലെങ്കിൽ സർക്കാരിൽ സമർപ്പിക്കുകയും ബജറ്റിൽ അത് 3 കോടി രൂപ അനുവദിക്കുകയും ചെയ്തു. എന്നാൽ ഷെൽട്ടർ ഹോമിന് വേണ്ടി ഗ്രാമപഞ്ചായത്തിന്റെ കൈവശം 2 ഏക്കറോളം ഭൂമിയുണ്ട്. അതിലേക്ക് വഴിയില്ല എന്നുള്ള കാരണം കൊണ്ട് 35 വർഷത്തോളം അതിലേക്ക് വഴിയില്ലാത്തതുകൊണ്ട് ആ ഭൂമി ഉപയോഗശൂന്യമായി കിടക്കുകയായിരുന്നു. ഈ ഭരണസമിതി ആ സ്ഥലത്തേക്ക് ഏകദേശം 70 മീറ്ററോളം വീതിയിൽ ഒരു സ്വകാര്യ വ്യക്തിയിൽ നിന്നും ഭൂമി വാങ്ങുകയും ആ ഒരു ഭൂമി തികച്ചും ഉപയോഗപ്പെടുന്ന രീതിയിൽ അത് മാറ്റിയെടുക്കുകയും ചെയ്തു. അതിനുശേഷമാണ് നമ്മുടെ 3 കോടിയുടെ ഷട്ടർ ഹോമിന് വേണ്ടി വയനാട് ജില്ലാ നിർമ്മിതി കേന്ദ്രവുമായി ബന്ധപ്പെട്ട് ഗ്രാമപഞ്ചായത്ത് പദ്ധതി വെക്കുകയും അതിന് വിശദമായ ഒരു DPR തയ്യാറാക്കി അത് തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് വെറ്റിംഗ് ഉൾപ്പെടെ വാങ്ങി സർക്കാരിലേക്ക് സമർപ്പിക്കുകയും ചെയ്തു.
അതിന്റെ അടിസ്ഥാനത്തിൽ ആ ഒരു ഷെൽട്ടർ ഹോം നിർമ്മിക്കുമ്പോൾ എന്തുകൊണ്ട് അവിടേക്ക് മാറുന്ന ആളുകൾ ഏതായാലും 300-400 കുടുംബങ്ങൾ ഗ്രാമപഞ്ചായത്തിൽ എപ്പോഴും ഈ മഴക്കാലത്ത് ഒറ്റപ്പെട്ടു പോകുന്ന കുടുംബങ്ങളുണ്ട്. അപ്പൊ അവരെ മാറ്റി പാർപ്പിക്കുമ്പോൾ അവരുടെ ഓമന വളർത്തു മൃഗങ്ങളെ കൂടി അവർക്ക് സംരക്ഷിക്കുന്ന രീതിയിൽ ഒരു ഷെൽട്ടർ ഹോം കൂടി നിർമ്മിക്കാം എന്നുള്ള ഒരു ധാരണ അല്ലെങ്കിൽ ഒരു ആശയം നമ്മൾ മുന്നോട്ട് വെക്കുകയും അതിന്റെ ഭാഗമായി ഹ്യൂം സൊസൈറ്റി, ഹൈദരാബാദ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഹ്യൂം സൊസൈറ്റി നമുക്ക് വേണ്ടി അവിടെ ഒരു ഷെൽട്ടർ ഹോം അവർ ഏകദേശം അന്ന് 65 ലക്ഷം രൂപയാണ് എസ്റ്റിമേറ്റ് തയ്യാറാക്കി. ഇന്ന് അത് അനുമതി വന്നപ്പോൾ അല്ലെങ്കിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അനുമതി കിട്ടിയപ്പോൾ ഏകദേശം 1,20,00,000 രൂപയോളം വരും. CSR ഫണ്ടിൽ ആദ്യമായി ഇന്ത്യയിൽ നിർമ്മിക്കുന്ന മൃഗങ്ങൾക്ക് വേണ്ടിയുള്ള ഷെൽട്ടർ ഹോം കൂടി ഇതിനോടനുബന്ധിച്ച് ഒരുങ്ങുകയാണ്. അപ്പോൾ ഒരാളെ മാറ്റി പാർപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു കുടുംബത്തിനെ മാറ്റി പാർപ്പിക്കുമ്പോൾ അവരുടെ വാത്സല്യം അല്ലെങ്കിൽ അവരുടെ ജീവന ഉപാധി എന്ന് പറയുന്ന മൃഗങ്ങളെ കൂടി അവർക്കൊപ്പരം കൊണ്ടുപോകാം. അത് പ്രസവിക്കാനായതാവാം, ചിലപ്പോൾ കറവയുള്ള പശു ആയിരിക്കാം. അങ്ങനെ അവർക്ക് അതിനെ പരിചരിക്കാൻ തൊട്ടടുത്ത് തന്നെ ഒരു സൗകര്യം ഒരുക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ആശയം. അത് പൂർണ്ണമായും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും തീർച്ചയായിട്ടും മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ് കോട്ടത്തറ ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. കോട്ടത്തറ ഗ്രാമപഞ്ചായത്തിന് എടുത്തു പറയാവുന്ന അവകാശപ്പെടാവുന്നതാണ് തൊഴിലുറപ്പ് പദ്ധതി എന്നുള്ളത്. റോഡ് നവീകരണം, തൊഴിലാളികൾക്ക് തൊഴിൽ നൽകുന്നതടക്കമുള്ള പദ്ധതികൾ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നുണ്ട്. തീർച്ചയായും ഏകദേശം ഞങ്ങൾ ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷം 6.5 കോടി രൂപയിലധികമാണ് തൊഴിലുറപ്പ് പദ്ധതിയിൽ ചെലവഴിക്കാൻ പറ്റിയ തുക. ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ സർക്കാർ അനുവദിക്കുന്ന ബജറ്റ് വിഹിതം എന്ന് പറയുന്നത് 3.5 കോടി അല്ലെങ്കിൽ 4 കോടി 5 കോടി രൂപ വരെ പരമാവധി നമുക്ക് ചെലവഴിക്കാൻ വേണ്ടി കിട്ടുന്ന തുകയാണ്. എന്നാൽ അതിലപ്പുറം 6.5 കോടി രൂപ സാധാരണക്കാരായ ജനങ്ങൾക്ക് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഈ ഗ്രാമീണ പ്രദേശത്ത് ചെലവഴിക്കുക എന്ന് പറയുന്നത് ആ ദാരിദ്ര്യ ലഘൂകരണം ഉൾപ്പെടെ സർക്കാർ ക്കുന്ന മുഴുവൻ പദ്ധതികളും ഏറ്റെടുത്ത് നടപ്പാക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ സന്തോഷകരമായ ഒരു കാര്യം. അതിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് തൊഴിലുറപ്പ് പദ്ധതിയിൽ നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കാർഷിക മേഖലയെ ആശ്രയിച്ച് ജീവിക്കുന്ന ആളുകളുണ്ട്. അവർക്ക് ഒട്ടേറെ തൊഴുത്തുകൾ 1.5 ലക്ഷം രൂപ തൊഴുത്തിന് വേണ്ടി നമുക്ക് നൽകാൻ സാധിക്കുന്നു. ആട്ടിൻകൂട് വേണ്ട ആളുകൾക്ക് 75,000 രൂപ നൽകാൻ സാധിക്കുന്നു. ജലസേചന സൗകര്യം വേണ്ട ആളുകൾക്ക് ജലസേചന കുളം ഉൾപ്പെടെ നൽകാൻ സാധിക്കുന്നു. സോക്ക് പിറ്റ്, മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് സോക്ക് പിറ്റ്, കമ്പോസ്റ്റ് പിറ്റ് ഉൾപ്പെടെ വ്യക്തിഗത ആനുകൂല്യങ്ങൾ, പശുവിനെ വളർത്തുന്ന ആളുകൾക്ക് ബയോഗ്യാസ് ഉൾപ്പെടെ അങ്ങനെ ഒട്ടേറെ പദ്ധതികൾ ഏറ്റെടുത്ത് നടക്കാൻ സാധിക്കുന്നു. അതോടൊപ്പം നെറ്റ് സീറോ കാർബൺ എന്നുള്ള ആശയം മുൻനിർത്തി ജില്ലയിൽ 5 പഞ്ചായത്തുകൾ മുന്നോട്ട് വന്നപ്പോൾ അതിലൊന്നാണ് കോട്ടത്തറ ഗ്രാമപഞ്ചായത്ത്. ഹരിതകർമ്മസേനയുടെ മാലിന്യ സംസ്കരണം ഉൾപ്പെടെ ആ പദ്ധതികൾ ഞങ്ങൾ ഏറ്റെടുക്കുന്നു. അപ്പോൾ തൊഴിലുറപ്പ് പദ്ധതിയിൽ വലിയ മുന്നേറ്റം സൃഷ്ടിക്കാനും തൊഴിലാളികൾക്ക് സാധാരണക്കാരായ ഒരു 40% പട്ടികവർഗ കുടുംബങ്ങൾ താമസിക്കുന്ന പഞ്ചായത്താണ്. അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾക്ക് തൊഴിൽ ഉറപ്പുവരുത്താനും അവരുടെ സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്താനും തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ ഗ്രാമപഞ്ചായത്തിന് സാധിക്കുന്നു എന്നത് വളരെ ചാരിതാർത്ഥ്യത്തോട് ഈ അവസരത്തിൽ പങ്കുവയ്ക്കാൻ പറ്റുന്ന ഒരു പ്രധാന കാര്യമാണ്. തീർച്ചയായിട്ടും 28 അംഗനവാടികളാണ് കോട്ടത്തറ ഗ്രാമപഞ്ചായത്തിലുള്ളത്. വിദ്യാഭ്യാസ മേഖലയിൽ ഗ്രാമപഞ്ചായത്തിന്റെ ഒരു ഇടപെടൽ എത്രത്തോളമാണ് ഉണ്ടായിട്ടുള്ളത്? തീർച്ചയായും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പറയുന്ന നമ്മുടെ പിന്നോക്ക വിഭാഗം, പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ഏറ്റവും പിന്നോക്കമായ പണിയ, നായിക വിഭാഗങ്ങളൊക്കെ താമസിക്കുന്ന പ്രദേശമാണ്. അപ്പൊ അവരുടെ ഉന്നമനത്തിന് വേണ്ടി അക്ഷീണ പ്രയത്നം ഗ്രാമപഞ്ചായത്ത് നടത്താറുണ്ട്. അവരുടെ ഉന്നതികളിൽ പ്രത്യേക പഠനമുറികൾ ഉൾപ്പെടെ അവർക്ക് പ്രത്യേക കോച്ചിങ് ക്യാമ്പുകൾ ഉൾപ്പെടെ ഒക്കെ നമ്മൾ സൗകര്യങ്ങൾ ഒതുക്കാറുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന 28 അംഗനവാടികളിൽ ഏകദേശം 24 അംഗൻവാടികളും സ്മാർട്ട് അംഗൻവാടികളാക്കി മാറ്റാൻ ഗ്രാമപഞ്ചായത്ത് സാധിച്ചു. 13 വാർഡുകളാണ് ഗ്രാമപഞ്ചായത്തിൽ നിലനിൽക്കുന്നത്. മറ്റ് പഞ്ചായത്തുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ പല പഞ്ചായത്തുകളും വാർഡ് അടിസ്ഥാനത്തിൽ 1 അല്ലെങ്കിൽ 2-3 വാർഡുകൾക്ക് വേണ്ടി ഒരു അംഗൻവാടിയൊക്കെ സ്ഥിതി ചെയ്യുമ്പോൾ 13 വാർഡുകൾക്ക് 28 അംഗൻവാടികൾ സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രാമപഞ്ചായത്താണിത്. അപ്പോൾ ആ ഒരു മേഖലകളിൽ പിന്നോക്കമായ അല്ലെങ്കിൽ റൂറൽ ഏരിയ എന്ന് നമ്മൾ പലപ്പോഴും കണക്കാക്കുന്ന ആളുകളുടെ മുഴുവൻ ക്ഷേമ പ്രവർത്തനങ്ങളും അവരിൽ പലപ്പോഴും പോഷകാഹാര കുറവുണ്ടാവാറുണ്ട്. അതോടൊപ്പം തന്നെ ഗർഭിണികൾ ഉൾപ്പെടെ പട്ടികവർഗ കുടുംബങ്ങളിലെ പല ആളുകൾക്കും ആരോഗ്യ കുറവുകൾ ഉണ്ടാവാറുണ്ട്. ഇതിനെയൊക്കെ സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ട് അവർക്ക് വേണ്ട സഹായങ്ങൾ പല സമയങ്ങളിലും കൃത്യമായി എത്തിക്കാൻ ഈ അംഗൻവാടികൾ കൊണ്ട് ഞങ്ങൾക്ക് ഉപയോഗപ്പെടാറുണ്ട്. ആ അംഗൻവാടികളിൽ ഇപ്പോൾ CSR ഫണ്ട് ഉപയോഗിച്ച് ബഹുമാന്യ രാഹുൽ ഗാന്ധി MP ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേക ഒരു മൈലാടിയിൽ അംഗൻവാടി കെട്ടിടം അത്യാധുനിക സൗകര്യത്തോടുകൂടി അനുവദിക്കുകയുണ്ടായി. ബഹുമാന്യയായ
രാജ്യസഭാ MP PT ഉഷ ആനേരിയിൽ ഒരു അംഗൻവാടി കെട്ടിടത്തിന് വേണ്ടി തുക അനുവദിക്കുകയുണ്ടായി. ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി മെച്ചനിയിൽ അംഗൻവാടി കെട്ടിടം നിർമ്മിക്കാൻ സാധിച്ചു. പുതുശ്ശേരിക്കുന്നിൽ പുതിയമായി തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി അംഗൻവാടി കെട്ടിടം നവീകരിച്ച് പുതിയ കെട്ടിടം നിർമ്മിച്ച് അതിന്റെ ഉദ്ഘാടനം ഏതാനും ദിവസങ്ങൾക്കകം നടക്കുന്നതാണ്. അത്തരത്തിൽ ഇതിനെ നൂതനമായി മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയെ നമ്മൾ ആദ്യകാല ഘട്ടത്തിൽ അല്ലെങ്കിൽ ഇതിന്റെ ആരംഭഘട്ടത്തിൽ കർഷകർക്ക് ഗുണം ചെയ്യുന്ന രീതിയിൽ ഇതിനെ മാറ്റിയെങ്കിലും പിന്നീട് ആസ്തികൾ സൃഷ്ടിക്കുക എന്ന ഒരു ഘട്ടത്തിലേക്ക് ഇതിനെ തൊഴിലുറപ്പ് പദ്ധതിയെ മാറ്റിയപ്പോൾ ഏറ്റവും കൂടുതൽ ആസ്തികൾ സൃഷ്ടിക്കപ്പെടുന്ന രീതിയിലേക്ക് തൊഴിലുറപ്പ് പദ്ധതിയെ ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുക്കുകയും നടപ്പാക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളത് വളരെ അഭിമാനത്തോടു കൂടി പറയാൻ പറ്റുന്ന തീർച്ചയായിട്ടും വിദ്യാഭ്യാസ മേഖലയിൽ അടക്കം നിരവധി വികസന പ്രവർത്തനങ്ങളാണ് കോട്ടത്തറ ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. പദ്ധതി നിർവഹണത്തിന് മികച്ച അംഗീകാരം അടക്കം ലഭിച്ച ഒരു പഞ്ചായത്ത് കൂടിയാണ്. ഇനിയുള്ള ഭാവി വികസന പദ്ധതികൾ എന്തൊക്കെയാണ്? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ലേ, കോട്ടത്തറ ഗ്രാമപഞ്ചായത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ വരുമാനത്തിൽ കേരളത്തിൽ 2ാം സ്ഥാനത്താണ്. പിന്നോക്ക അവസ്ഥയിൽ, അതായത് തനത് വരുമാനം തീരെയില്ലാത്ത പഞ്ചായത്തുകൾ സംസ്ഥാനത്ത് 2ാം സ്ഥാനത്താണ്. സർക്കാരിന്റെ ധനസഹായം അല്ലെങ്കിൽ ഗ്രാന്റിനെ പ്രതീക്ഷിച്ച് മാത്രം മുന്നോട്ട് പോകാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഓൺ ഫണ്ട് 18 ലക്ഷം രൂപയായിരുന്നു ഞങ്ങളുടെ ഭരണസമിതി വരുമ്പോഴുണ്ടായിരുന്ന ഓൺ ഫണ്ട്. അപ്പൊ 18 ലക്ഷം രൂപ എന്ന് പറയുന്നത് ഒരു പഞ്ചായത്തിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് പോലും മുന്നോട്ട് പോകാൻ സാധിക്കാത്ത സാഹചര്യമുള്ള ഒരു പഞ്ചായത്താണ്. അതിനെ എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നുള്ളതാണ് നമ്മൾ ചിന്തിച്ചിരുന്നത്. ടൂറിസം മേഖലയിൽ ഉൾപ്പെടെ പുതിയ സാധ്യതകൾ കണ്ടെത്തുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി. അപ്പോൾ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 3 കോടി രൂപയുടെ ഷെൽട്ടർ ഹോം, അതുകൂടാതെ പുതിയ സാസ്കി പദ്ധതിയിൽ 3.5 കോടിയുടെ ഒരു ഷെൽട്ടർ ഹോം കൂടി ഞങ്ങൾക്ക് അനുവദിക്കുകയുണ്ടായി. ഈ 2 ഏക്കർ ഭൂമിയിൽ 2 ഷെൽട്ടർ ഹോമുകൾ ഞങ്ങൾ മൾട്ടിപർപ്പസ് ആണ് ഞങ്ങൾ ഇതിന്റെ നിർമ്മാണത്തിൽ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലാണ്, അല്ലെങ്കിൽ ജൂലൈ ലാസ്റ്റോട് കൂടിയാണ് പ്രളയ സാധ്യതകൾ എപ്പോഴും നിലനിൽക്കാറ്. അപ്പോൾ ആ ഒരു സമയത്ത് മാത്രം ആ ഷെൽട്ടർ ഹോമുകൾ അത്തരം പർപ്പസിന് ഉപയോഗിക്കുകയും അല്ലാത്ത സമയത്ത് അത് കല്യാണ മണ്ഡപം ഉൾപ്പെടെ അടിസ്ഥാനമായി നമ്മുടെ നാട്ടിൽ ഒരുപാട് ആളുകൾ വലിയ പ്രയാസം നേരിടുന്നത് ഒരു വിവാഹം നടത്താനൊക്കെയാണ്. അതിനുവേണ്ടിയുള്ള ഒരു കല്യാണ മണ്ഡപം ഉൾപ്പെടെയുള്ള അത്യാവശ്യ സൗകര്യത്തോടു കൂടി അതിനെ ഒരു ഓഡിറ്റോറിയമാക്കി മാറ്റുകയും അത് ഒരു വിവിധമായ പഞ്ചായത്തിന്റെ പദ്ധതികളോട് ഭാഗമായി ആ ഒരു കല്യാണ മണ്ഡപം വിപുലമാക്കി നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം എന്ന് പറയുന്നത് ഏറ്റവും ചുരുങ്ങിയത് ഒരു 30 ലക്ഷം രൂപ അല്ലെങ്കിൽ 40 ലക്ഷം രൂപയിലേക്ക് അതിനെ വളർത്തിയെടുക്കാൻ സാധിക്കും. പിന്നെ ഒരു മഡ്ഡി ബൂട്ട്സുമായി ബന്ധപ്പെട്ട് ഈ 2 പുഴകൾ കടന്നു പോകുന്നുണ്ട്. ചങ്ങാട സവാരി അത് വലിയ രീതിയിൽ ഞങ്ങൾ പ്രൊമോട്ട് ചെയ്യുകയും ഇപ്പോൾ അതിന്റെ ഉദ്ഘാടനം ഔദ്യോഗിക ഉദ്ഘാടനം നടന്നില്ലെങ്കിൽ ട്രയൽ റൺ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചങ്ങാട സവാരിയിൽ ഒട്ടേറെ ആളുകൾ വന്ന് പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ അതിനെ മാറ്റിയെടുക്കുക. ഈ 2 ഷെൽട്ടർ ഹോമുകൾ നിർമ്മിക്കുന്നതോടുകൂടി ഭാവി വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് കോട്ടത്തറ ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. വയനാട് ജില്ലയിലെ കോട്ടത്തറ പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളാണ് പ്രസിഡന്റ് പങ്കുവെക്കുന്നത്. എല്ലാ ഭാവി വികസന പ്രവർത്തനങ്ങളും യാഥാർത്ഥ്യമാകട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി ശ്രീ PP രനീഷ്. ഓക്കെ, താങ്ക് യു.